കലിപ്പൻ സാറിന്റെ കുറുമ്പി പെണ്ണ് അവസാന ഭാഗം. രചന സുരഭി മനോജ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അമ്മാ അമ്മാ അടഞ്ഞിടന്നിരുന്ന ശിശിരയുടെ വീടിന് മുമ്പിൽ നിന്ന് വിളിച്ചു പോയി അഞ്ചു. എന്റെ ദേവി, എന്റെ ശരത്തേട്ടിന് ഈ ഉള്ളവളെ താങ്ങാനുള്ള ശക്തി കൊടുക്കണേ. ശിശിര അവിടെ പുറകിലായി പതുങ്ങിന്നുകൊണ്ട് അവനു വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മേ, ഏതോ പിച്ചക്കാരി വിളിക്കുന്നു തോന്നുന്നു. സെറ്റിൽ നിന്നൊരു പ്ലേറ്റ് മിച്ചർ നിന്നുകൊണ്ട് ടി വി ആണെയായിരുന്ന ശരത്ത് വിളിച്ചു പറഞ്ഞു. പിച്ചക്കാരിയോ? ഈ നേരത്തോ? അടുക്കളയിൽ ജോലിയിലായിരുന്ന രാധ ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവർക്കൊക്കെ എന്ത് നേരോ എന്ത് കാലവും. ശരത്ത് മിച്ചർ വായിലിട്ടുകൊണ്ട് പറഞ്ഞു. നിനക്കൊന്ന് പോയി നോക്കരുതോ? രാധ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നിട്ട് വേണം സാറേ വല്ലതും തരണേന്ന് പറഞ്ഞ് വിളിച്ചു പോവാൻ. ഈ വീട്ടിൽ ഓൾറെഡി ഒരു പിച്ചക്കാരുണ്ട്. ഒരു പിച്ചക്കാരൻ വേറെ പിച്ചക്കാരന് പൈസ കൊടുക്കുന്നത് ശരിയാണോ അമ്മേ? പിന്നെ ശബ്ദം കേട്ടിട്ട് അത്ര പ്രായമുള്ള പിച്ചക്കാരിയാണെന്ന് തോന്നില്ല. കുയിലിന്റെ പോലുള്ള സ്വരം. മോൻ ഇവിടെ തിന്നോ കേട്ടോ, അതാ അല്ലേ എന്റെ വിധി. അവന് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് രാധ പോയി വാതിൽ തുറന്നു. മുന്നിൽ നല്ല ഒന്നാന്തരം ചിരിയും ഫിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അഞ്ചു. മോളോ, ഇങ്ങോട്ടെ കണ്ടിട്ട് കുറയായല്ലോ. രാധ അവളെയും കൂട്ടി കുറച്ചങ്ങോട്ട് മാറിയുന്നുകൊണ്ട് വിശേഷങ്ങൾ തിരക്കി. അപ്പോഴാണ് വാതിലിന് പുറകിലായി പമ്മി നിൽക്കുന്ന ശിശിരയെ രാധ കാണുന്നത്. നീ എന്താടി ഇഞ്ചി അടിച്ച കുരങ്ങിനെ പോലെ പതുങ്ങിക്കുന്നത്? ശിശിരയുടെ മട്ടും ഭാവം കണ്ട രാധ ചോദിച്ചു. ഒന്നിൽ നിന്ന് അവൾ ചുമലൊലുക്കി കാണിച്ചു. ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അമ്മേ? അവനെന്ത് കുഴപ്പം? ഒരു പ്ലേറ്റ് മിച്ചറും കുത്തിക്കയറ്റിക്കൊണ്ട് ഇരിപ്പുണ്ട് അതിനകത്ത്. എന്താ ചോദിക്കാൻ? ഒന്നുമില്ലമ്മേ. കുറച്ചുകൂടെ കഴിഞ്ഞ അവൻ അങ്ങനെ കാണാൻ പറ്റുമോന്ന് അറിയില്ലല്ലോ. ശിശിര ദയനീയമായി അഞ്ജുനെ നോയിക്കൊണ്ട് പറഞ്ഞു. ഇവളെന്താ അഞ്ജു ഈ പിച്ചുമേയും പറയുന്നത്? രാവിലെ ഇവിടുന്ന് പോകുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഓ, അതവളെ ഒരു പട്ടി അടിച്ചതാ. പട്ടിയോ? രാധ വേവരാതിയോടെ ചോദിച്ചു. അത് എന്നെ ഒരു പട്ടി കടിക്കാൻ വന്നെന്ന് പറഞ്ഞാ ഇവള് അല്ലേ? അഞ്ജുവിനെ നോയി കണ്ണുരുട്ടിക്കൊണ്ട് ശിശിര പറഞ്ഞു. പിച്ചക്കാരി പോയില്ലെന്ന് തോന്നുന്നു. അമ്മയെ ഇതുവരെ കണ്ടില്ലല്ലോ. ശരത്ത് ഹാളിലെ കർട്ടൻ മാറ്റിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് കുറച്ചകലിൽ നിന്ന് സംസാരിക്കുന്ന അഞ്ജുവിനെയും രാധയെയും ശരത്ത് കാണുന്നത്. ദൂരെ ആയതുകൊണ്ട് തന്നെ അഞ്ജുവിന്റെ മുഖം അവന് വ്യക്തമായിരുന്നില്ല. ഇപ്പൊ പിച്ചക്കാരൊക്കെ ബാഗൊക്കെ തൂക്കി വെൽ ഡ്രസ്സിലാണ് വീടുകളിൽ കയറി ഇറങ്ങുന്നത്. എന്തായാലും കാണാൻ നല്ല ലുക്ക്. കണ്ടാ പിച്ചക്കാരിയാണെന്ന് പറയേയില്ല. പാവം, എന്നെ പോലൊരു പണിയും ചെയ്യാതെ തേരാപാര നടക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തായി കാണും. അഞ്ജു എന്റെ മനസ്സിലേക്ക് കടന്നുകൂടായിരുന്നെങ്കിൽ പാവത്തിന് ഞാനൊരു ജീവിതം കൊടുത്തേനെ. അതാവുമ്പോ അവർക്കൊപ്പം പിച്ചെടുക്കാൻ എനിക്കും പോവായിരുന്നു. എനിക്കൊരു പണിയാവുമായിരുന്നു. പറഞ്ഞിട്ടെന്താ, ആ ഭാഗ്യം എനിക്കില്ലാതെ പോയി. വേദനയോടെ പറഞ്ഞു ശരത്ത്. അഞ്ജുവിനൊന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കിയാണ് ശരത്ത്. എവിടെയോ കണ്ടു മറന്ന മുഖം. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കി ശരത്ത്. അയ്യാ, എന്റെ അഞ്ജൂസ്! ഇവളെന്താ ഈ നേരത്തെ ഇവിടെ? ഇവളെയാണോ ഞാൻ പിച്ചക്കാരിന്ന് വിചാരിച്ച്? പുല്ല് വേണ്ടായിരുന്നു. അവളെ തുറിച്ചു പോയിക്കൊണ്ട് ശരത്ത് പറഞ്ഞു. ശേഷം പെട്ടെന്ന് മുറിയിലേക്ക് ഓടിക്കയറി ബോഡി സ്പ്രേ അടിച്ചു. കുട്ടിക്കൂറ പൗഡർ മുഖത്ത് വാരി പൂശി. എന്നിട്ട് കണ്ണാടിയിലേക്കൊന്ന് നോക്കിയവൻ. ഇത്രയും സൗന്ദര്യം എനിക്കുണ്ടായിരുന്നോ? ദുൽഖർ സൽമാനൊക്കെ എന്റെ മുമ്പിൽ മാറിനേ. അഞ്ജൂസേ, ചേട്ടെന്താ വരുന്നു? ശിശു, എന്റെ അഞ്ജൂസ് എന്താടി ഇവിടെ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. അഞ്ജുവിനെ നെറ്റി നോക്കിക്കൊണ്ട് ശരത്ത് തുള്ളിച്ചാടി. നിനക്കെന്താ സമ്മാനം കൊണ്ടുവന്നാണ് ചേട്ടാ അവള്? സമ്മാനോ? എന്ത് സമ്മാനം? അതെന്താ ചൂടോടെ തരാനുള്ളതാണെന്ന് പറയുന്നത് കേട്ടു. ബാക്കിയൊന്നും എനിക്കറിയില്ല. ചൂടോടെ കൊണ്ടുവരാനോ? ഇനി ചിലപ്പോ പരിപ്പോടായിരിക്കോ, അതോ പഴംപൊരിയോ? ചൂടുള്ളതാണെങ്കിൽ ഇത് രണ്ടാവാനാണ് ചാൻസ്. ഇത് രണ്ടും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ശരത്ത് പറയുന്ന കേട്ട് വാ പൊളിച്ചെന്ന് പോയി ശിശിര. പെട്ടെന്നാണ് ശിശിരയോട് സംസാരിച്ചിരിക്കുന്ന ശരത്തിനെ അഞ്ജു കാണുന്നത്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. ഏതാണ്ട് ആ പാട്ടിന്റെ അതേ ഭാവമായിരുന്നു അപ്പൊ അവളുടെ കണ്ണില്. പാടുന്നു, നാണം വരുന്നു. ശരത്ത് ആത്മ രണ്ടിനെയും കണ്ണും നോക്കിയുള്ള നിൽപ്പണ്ട് മിഴിച്ചു നോക്കുന്നുണ്ട് ശിശിര. ഇതുങ്ങൾ വല്ല 18സിലും ജനിച്ചാൽ മതിയായിരുന്നു. അവര് നിൽപ്പണ്ട് ശിശിര പറഞ്ഞു. എടാ ചേട്ടാ, നീ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ എന്തിനാടാ ആക്രാന്തോടെ അവള് നോക്കുന്നേ? അഞ്ജുവിന്റെ മുമ്പിൽ കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്ക്, എങ്കിലും അവൾക്ക് എന്നെ കുറിച്ച് മതിപ്പ് കാണും. അവന്റെ ചെവിയിലായി പതിയെ പറഞ്ഞ് ശിശിര. അത് കേൾക്കേണ്ട താമസം ശരത്ത്. ബൈ, കുട്ടിയുടെ പേരെന്താ? എവിടെയാണ് വീട്? ഇത്രയും കിട്ടും മതിയോ? ശരത്ത് മേലെ ശിശിരയോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് മിഴിച്ചു നിൽക്കുകയാണ് അഞ്ജുവും ശിശിരയും. ഇങ്ങനൊരു പൊട്ടൻ! അയ്യോ ശരത്തേട്ടാ, ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? ഞാൻ അഞ്ജു, ശിശുവിന്റെ ഫ്രണ്ട്. പിണക്കത്തോടെ പറയുന്ന അഞ്ജുവിനെ ശിശിര ഒന്ന് ചെറിഞ്ഞു നോക്കി. മുള്ളിന്റെ ചോട്ടിലും മുള്ളല്ലേ കുരുക്കൂ, രണ്ടിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും പറഞ്ഞ് സ്വയം സമാധാനിച്ചു ശിശിര. ഓ കുട്ടി, ഞാൻ ഓർക്കുന്നു. യെസ്, ഐ റിമെമ്പർ. അഞ്ജു അല്ലേ?
എനിക്ക് ഓർമ്മയുണ്ട്. ഒരുമാതിരി ഇംഗ്ലീഷ് കലർന്ന ഭാഷയിൽ ചോദിച്ചു ശരത്ത്. ഇതൊക്കെ കണ്ട് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് ശിശിര. ആ ചേട്ടൻ തെണ്ടി ഓവറാക്കി ചളാക്കല്ലേടാ, ശരത്തിന്റെ കാലിൽ തൊഴിയെടുത്തുകൊണ്ട് പറഞ്ഞു ശിശിര. വേദനയോടെ നിലവിളിച്ചു പോയി ശരത്ത്. അയ്യോ ശരത്തേട്ടൻ പാടുമായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, ആരും പറഞ്ഞില്ലല്ലോ. അഞ്ജു ചിരിയോടെ ചോദിച്ചു. എന്താ ശരത്തേട്ടാ? ഞാനിങ്ങനെ ഒരു പാട്ടുകാരനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കുട്ടി, ഗൗരവത്തോടെ പറഞ്ഞു ശരത്ത്. രണ്ടിനെയും കോപ്രായങ്ങൾ കണ്ട് ഫ്യൂസ് പോയി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ശിശിരയും രാധയും. അഞ്ജുവിന്റെ മുഖത്തെ നാണം കണ്ട് രാധ തന്റെ തലയൊന്ന് കുടഞ്ഞു. ഈ പൊട്ടനെ തന്നെയാണ് അവള് നോക്കുന്നത്. കേട്ടോ അഞ്ജു മോളെ, എന്റെ മകനായതുകൊണ്ട് പറയല്ല, ഒരു ജോലിക്കും. രാധയെ പറഞ്ഞു മുഴുമിക്കാൻ സമ്മതിക്കാതെ ശരത്തമ്മയുടെ വാപ്പുത്തി. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ, വലിയ തമാശക്കാരിയാ അല്ലേ അമ്മേ? അവരൊന്ന് ഇരുത്തി നോക്കി അഞ്ജുവിനോടായി അവൻ പറഞ്ഞു. ശിശിരക്കൊപ്പം അഞ്ജു വീടിനുള്ളിലേക്ക് കയറാനായി തുടങ്ങിയതും അമ്മേ ഒരു നിലവിളക്കൊണ്ടുവന്നേ, ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറിട്ടെ അഞ്ജു അല്ലേ അമ്മേ? അഞ്ജുവിനെ നാണത്തോടെ നോക്കിയ ശേഷം വീടിനുള്ളിലേക്ക് കയറാനായി ഒരുങ്ങി അഞ്ജുവിനെ തടഞ്ഞവൻ. മോനെ ശരത്തെ, എന്റെ പൊന്നുമോനിങ്ങി വന്നേ, അമ്മ പറയട്ടെ. അത്രയും പറഞ്ഞ് രാധ അവനെ വലിച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറി നിന്നു. അതെ, നിന്റെ മോനെന്ന് വിളിച്ച നാവുകൊണ്ട് നീ അമ്മയെ വേറൊന്നും വിളിപ്പിക്കല്ലേടാ. വിളക്ക് മാത്രാക്കണ്ട, ആനയും അമ്പാനിയും കൂടി നമുക്ക് സെറ്റാക്കാം. എന്തേ എന്റെ മോനെ അത് മതിയോ? അവന് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു രാധ. വേണ്ട, ശരത്ത് പിണക്കത്തോടെ പറഞ്ഞു. എന്താ കേട്ടില്ല? വേണ്ടാന്ന്. എന്നാലേ എന്റെ മോൻ മര്യാദക്ക് എന്റെ കൂടെ വാ. രാധയുടെ പിന്നിലായി പൂജയെ പോലെ വരുന്ന ശരത്തിനെ കണ്ട് ശിശിരയ്ക്ക് ചിരി വന്നു. എന്താ അമ്മയും മോൻ തമ്മിലൊരു സ്വകാര്യം? അഞ്ജു ചോദിച്ചു. അഞ്ജുവിന് കുടിക്കാൻ ജ്യൂസാണോ ചായയാണോ എടുക്കണ്ടെന്ന് ഈ അമ്മ ചോദിക്കായിരുന്നു. അല്ലേ അമ്മേ? ദയനീയമായി അവരെ നോക്കി ചോദിച്ചു ശരത്ത്. അതെ അതെ. രാധയൊന്ന് മൂളി. ശേഷം എല്ലാവരും തകത്തേക്ക് കയറി. അമ്മേന്റെ പൊന്നമ്മയല്ലേ, കവിയൂർ പൊന്നമ്മ. അഞ്ജുവിന്റെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിരുന്നു പ്ലീസ്. കഷ്ടപ്പെട്ടാ ഞാൻ അവളെ വളച്ചത്. സത്യം പറഞ്ഞ SSLCക്ക് പോലും ഞാൻ ഇത്രയും തലപുണ്ണാക്കി പഠിച്ചിട്ടില്ല. അന്നേ ഞാൻ ഇതുപോലെ തലപോഞ്ഞ് പഠിച്ചെങ്കിൽ ഞാൻ ഇതുപോലെ ഡോക്ടറോ കളക്ടറോ ആയേനെ. അമ്മേ, എങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിച്ചാ പിടി കിട്ടില്ലായിരുന്നു കേട്ടോ. എപ്പോഴും ഞങ്ങൾക്ക് നിന്നെ പിടിച്ചാ പിടി കിട്ടുന്നില്ല. ശേഖരേട്ടൻ പറയുന്നേ വല്ല ഊളംപാറിലെങ്ങനെ നിന്നെ കൊണ്ട് കളഞ്ഞാലോ എന്നാ. അമ്മ ദയനീയമായി വിളിച്ചു ശരത്ത്. അവള് പോകുന്നവരെ അമ്മ ഈ വാ തുറന്നാ ഞാൻ തുണി തിരികെ കയറ്റി നോയിക്കോ, ശരത്ത് ഉറപ്പോടെ പറഞ്ഞു. അഞ്ചുമോൾ അറിഞ്ഞുകൊണ്ട് പാണ്ടി ലോറിയിൽ തലവൊക്കെ ഞാൻ സമ്മതിക്കില്ല. രാധയും വിട്ടുകൊടുത്തില്ല. ഒന്നുമില്ല, അമ്മ ഉണ്ടാക്കി വെക്കുന്നൊക്കെ പൂച്ചക്കോ പട്ടിക്കോ കൊടുക്കാൻ ഞാൻ തിന്ന് തീർക്കുന്നില്ലേ അമ്മേ? അതിന്റെ നന്ദിയെങ്കിലും കാണിക്കമ്മേ. പാവല്ലേ അമ്മേ ഞാൻ. ഈ കുരുത്തക്കെട്ടവനെ ഞാനിനി എന്താ ദൈവമേ ചെയ്യേണ്ടത്? തലയിൽ കൈവച്ചിരുന്നു പോയി രാധ. ഈ കിളി പോയി നടക്കുന്നവരോട് ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഡീഡി, എനിക്ക് എന്റെ ഭാവി മുറിയൊന്ന് കാണിച്ചു കാടി. ഭാവി മുറിയോ? ശിശിര മനസ്സിലാവാത്ത പോലെ അഞ്ജുവിനെ നോക്കി. എടി ശരത്തേട്ടന്റെ റൂമേ, എന്റെ മുടിപ്പൂല അമ്മച്ചി. ഇതിനെയൊക്കെ സഹിക്കുന്ന വീട്ടുകാരെ പറയണം. ശിശിര ആത്മ. ഇനി നിന്റെ ഭാവി മുറി കണ്ടില്ലെന്ന് വേണ്ട, പാടി ഇങ്ങോട്ട്. അഞ്ജുവിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ശിശിര ശരത്തിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഇതെന്താടി ആന കരിമ്പിൻ കാട്ടി കയറി പോലെ കിടക്കുന്നേ? അവിടെ വലിച്ചു വാരിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ട് അഞ്ജു ചോദിച്ചു. ജീവിതത്തിൽ അടുക്കും ചിട്ടയില്ലാത്തവനാ അവൻ. എന്ത് മുറി, അവൻ എന്ത് സാധനങ്ങൾ. ശിശിര ആത്മ. ഇതേ സമയം ഹരി അവന്റെ വീട്ടിൽ ശിശിരമായി ചെലവഴിച്ച സുന്ദര നിമിഷത്തിന്റെ ഓർമ്മയിലാണ്. ആ തുടുത്ത കവിളിലൊന്ന് ചുംബിക്കാൻ, ആ ചുവന്ന ചുണ്ടുകളെ സ്വന്തമാക്കാൻ താൻ എത്ര കൊതിച്ചതാണ്. എത്ര നാളായിട്ടുള്ള തന്റെ ആഗ്രഹമാണ് ഇന്ന് നടന്നെന്ന്, എത്ര നാളായുള്ള തന്റെ ആഗ്രഹമാണ് നടന്നെന്ന് ഓർത്തപ്പോൾ അറിയാതെ ചിരി വന്നുപോയി ഹരിക്ക്. കുറുമ്പി പെണ്ണ്. അവന്റെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു. അപ്പോൾ അവൻ അവിടെ സ്വരമൊന്ന് കേൾക്കാൻ കൊതി തോന്നി. ശേഷം അവൻ പോക്കറ്റിൽ തന്റെ ഫോൺ എടുത്ത് മൈ ലവ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഹരി സാർ കോളിംഗ് എന്ന് കണ്ടതും ശിശിര ചിരിയോടെ നിന്നു. തേടി വിളിക്കുന്നതിന്റെ കലിപ്പൻ, നീ പോയി ആരോട് കൊഞ്ചിട്ട് വാ. ഞാൻ എന്റെ ശരത്തേട്ടനോടൊന്ന് റൊമാൻസ് ചെയ്തിട്ട് വരാം. ശരത്തേട്ടൻ ഇപ്പൊ ശനിയാണെന്ന് തോന്നുന്നു. അവന്റെ ശനി എനിക്ക് തിരുത്തി ഞായറാക്കാനാവില്ലല്ലോ. അവനായി തന്നെ മാറ്റട്ടെ. ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ശിശിര പറഞ്ഞു. ശേഷം അവൾ ഫോണുമായി പുറത്തേക്ക് നടന്നു. ശിശിര മറുവശത്ത് ഹരിയുടെ ആർദ്രമായ സ്വരം കേട്ടതും നാണത്തോടെ ഒന്ന് മൂളി അവൾ. എടീ, എനിക്കിതിനെ കാണാൻ തോന്നുന്നുണ്ടേ. ഒരിക്കൽ കൂടി ആ ചുണ്ടുകളൊക്കെ വരാൻ ഒരു വല്ലാത്ത മോഹം തോന്നുക. ആദ്യം അത് കേട്ടപ്പോൾ ശിശിരക്ക് ചെറിയൊരു നാണമൊക്കെ തോന്നിയെങ്കിലും അഞ്ജുവിന്റെ മുഖമൂർത്തപ്പോൾ ഞെട്ടി. മനുഷ്യ, ഒരിക്കൽ നിങ്ങൾ എന്നെ ഉമ്മച്ചിന്റെ ഫലം ഒറ്റ ആക്രാന്ത പോലെ എനിക്ക് വേണം ലിപ് ലോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നു. ശിശിര പറയുന്നത് എന്താണെന്ന് ഹരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
ഒടുവിൽ നടന്ന കാര്യങ്ങളും അഞ്ജുവും ശരത്തും അടിയിൽ കൂടി ലൈൻ വലിക്കുന്നതെല്ലാം അവൾ അവനോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞാൽ അരി വയറൂതി ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ കിടന്ന് കിണിക്കുന്നേ? ദേഷ്യത്തോടെ ശിശിര ചോദിച്ചു. ഞാൻ ഇത്രയും ദിവസം കരുതിയത് നീയും അഞ്ജുവും മാത്രം തറകളെന്നാ. ഇപ്പോഴല്ലേ മനസ്സിലായത് നിന്റെ ചേട്ടൻ ശരത്ത് അതിനേക്കാൾ ഭൂലോകത്തറയാണെന്ന്. ഞാൻ മനുഷ്യ എന്റെ ചേട്ടനെ നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, കാര്യം അവനൊരു വാപോയ കോടാലിയാണെങ്കിലും അവൻ അഞ്ജുവിനോട് പെരുത്തും മുഹബത്താ. നീ അവന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടാ ഞാൻ ഇതിനെല്ലാം കൂട്ടുന്നു. പിന്നെ എന്റെ അഞ്ജുവിനെ തന്നെ എനിക്ക് നാത്തുനായിട്ട് കിട്ടിയല്ലോ എന്ന് കരുതിയും. ശരി ശരി, ആ ഒരു പ്രേമിക്കിട്ടടി. അഞ്ജു ശരത്തിനെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചെങ്കിൽ അവന്റെ ജോലിയോ സ്റ്റാറ്റസോ അവൾക്ക് വിഷയാവില്ല. ഹരി ശിശിരയെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. എന്തോ ഹരിയുടെ വാക്കുകൾ അവൾക്ക് വല്ലാത്ത സന്തോഷം നൽകി. അവൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വരണമേ എന്ന് ശിശിര പ്രാർത്ഥിച്ചു. നീ നിന്റെ കലിപ്പനത് പരിഗണിക്കടി, അല്പം നീരസത്തോടെ ഹരി പറഞ്ഞു. എങ്ങനെ പരിഗണിക്കാനാ? മനസ്സിലാവാതെ ശിശിര ചോദിച്ചു. നീ എനിക്കൊരു ഉമ്മ താടി വേണേ, കുസൃതി ചിരിയോടെ പറഞ്ഞു ഹരി. ആക്രാന്ത കയറി ഉമ്മ വെച്ച മതിയായില്ലേ നിങ്ങൾക്ക്? അതിൻ്റെ ഒക്കെ കപ്പാസിറ്റി എപ്പോഴേ പോയി. നീ ഒരു ഉമ്മ താടി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ നാണത്തോടെ ഹരിക്ക് ഉമ്മ കൊടുത്തു. അവരവരുടെ സുന്ദരമായ ലോകത്തിലാണ്. അപ്പ കമോൺ, നമുക്ക് നേരെ അഞ്ജുവിനെ ശരത്തിന്റെ അടുത്തേക്ക് പോവാം. ശരത്ത് അഞ്ജുവിനെ തിരക്കി തന്റെ റൂമിലേക്ക് പോയി. കയ്യിലെ മസിൽ ഉരുട്ടിക്കയറ്റി വെച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ ഫോട്ടോയിലേക്ക് അഞ്ജു അത്ഭുതത്തോടെ നോക്കി. ഈ ശരത്തേട്ടിന് എന്തോരം മസില! അവന്റെ ഫോട്ടോയിലേക്കും തൊട്ടുകൊണ്ട് അഞ്ജു പറഞ്ഞു. ഏത് നേരത്താണോ ഈശ്വര ഉണ്ണിമൂന്നന്റെ ഫോട്ടോയിൽ എന്റെ മുഖം വെട്ടി ഒട്ടിച്ച്. എത്ര നന്നായി! ശരത്ത് ആത്മ. അഞ്ജു മോളെ. ശരത്തിന്റെ പഞ്ചാരക്കുഞ്ചുകമായ ശബ്ദം കേട്ട് അഞ്ജു തിരിഞ്ഞു നോക്കി. സത്യം പറഞ്ഞു എന്നെ കാണാനല്ലേ അഞ്ജൂസ് വന്ന്? അവളുടെ താടിത്തുമ്പിലായി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ശരത്തെ ചോദിച്ചു. ശരത്തേട്ടനെ കാണാൻ വന്ന നാണത്തോടെ മൂളി അഞ്ജു. എന്നാ താ എനിക്ക് ചൂടോടെ ചൂടോടെ. എന്ത് ചൂടോടെ ചൂടോടെ? മനസ്സിലാവാതെ അഞ്ജു ചോദിച്ചു. അല്ല, അഞ്ജു മോള് ചൂടോടെ എനിക്കെന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ശിശു പറഞ്ഞു. അത് പരിപ്പുവടയാണോ പഴംപൊരിയാണോ? പരിപ്പുവടയാണെങ്കിൽ നല്ല മൊരിഞ്ഞതാ എനിക്കിഷ്ടം. എനിക്ക് മനസ്സിലല്ലേ ശരത്തേട്ടാ? അഞ്ജു ശരത്ത് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാവാതെ അവനെ നോക്കി. പിന്നെ ശിശു പറഞ്ഞല്ലോ നീ എനിക്കെന്തോ ചൂടോടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പരിപ്പുവടയാണെങ്കിൽ പെട്ടെന്ന് താ, പെട്ടെന്ന് ചൂട് പോവും, വേഗം താ. ഓഹോ, അവിടുന്ന് വന്ന പാരയാണോ? മനസ്സിലായതുപോലെ അഞ്ജു തലയാട്ടി. അത് ശിശിര ശരത്തേട്ടനെ പറ്റിച്ചതാ. ഓഹോ, ആ കുരിപ്പുള്ള പണി ഞാൻ കൊടുത്തോളാം, ശരത്ത് പറഞ്ഞു. ശരത്തേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ശരത്തേട്ട എനിക്ക് തരാവോ? കൊച്ചുകുട്ടികളെ പോലെ അഞ്ജു കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. ഇനി തിന്നാ വല്ല ആണോ? എന്റെ ലഡു ചിപ്സ്? ശരത്ത് മനസ്സിൽ ചോദിച്ചു. അതേ എനിക്കില്ലേ, എനിക്കിപ്പോ ഒരു ലിപ് ലോക്ക് വേണം ശരത്തേട്ടാ. നാളത്തോടെ അഞ്ജു പറഞ്ഞു. വേഗം താ. ലിപ് ലോക്കോ? അതെന്ത് ലോക്കാ? തിന്നുന്ന വല്ലോ ആയിരിക്കോ? ശരത്ത് മനസ്സിൽ പറഞ്ഞു. ഇപ്പൊ ലിപ് ലോക്ക് കിട്ടുമെന്ന് വിചാരിച്ച് അഞ്ജുവിന്റെ മുമ്പിൽ ചുണ്ടും പിളർത്തി നിന്നു. ഈശ്വര, ഇത്രയും നേരത്തിനൊരു കുഴപ്പമില്ലായിരുന്നില്ല, പെട്ടെന്ന് ഇതെന്തു പറ്റി? ഇനി തലയെങ്ങാനും വല്ല ഭിത്തിയിലും ഇടിച്ചോ? അങ്ങനെ കിളി പോയതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചുണ്ടും പിളർത്തി നിൽക്കില്ലല്ലോ. താ താ, എന്തോന്ന് താ താന്ന് അവന് നോക്കി പറഞ്ഞവൾ. എന്റെ ദൈവമേ, ഞാനിത് എവിടുന്ന് എടുത്തു കൊടുക്കും? കടയിലെങ്ങാനും കിട്ടുന്നാണെങ്കിൽ വാങ്ങിക്കൊടുക്കായിരുന്നു. എടി ശിശു, നീ എങ്കിലും ഈ ചേട്ടനൊന്ന് രക്ഷിക്കടി, വേഗം വന്നിട്ട് ആ സാധനം ഒന്ന് വാങ്ങിക്കൊടുക്കടി. ഇടയ്ക്കിടയ്ക്ക് ശിശിര വരുന്നുണ്ടോ എന്ന് പുറത്തേക്ക് നോക്കിയവൻ. അവളെ കാണാത്തതുകൊണ്ട് തന്നെ പേടിയോടെ അഞ്ജുവിനെ നോക്കി ശരത്ത്. അല്ലെങ്കിൽ ഈ ശിശു ആവശ്യത്തിന് ഉപകരിക്കില്ല, ആവശ്യമില്ലാത്തപ്പോ തേരാ വരെ കയറിങ്ങുന്ന കാണും. വിഷമത്തോടെ ചിന്തിച്ച ശരത്ത്. നാണാണല്ലേടാ കള്ള? അവനിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലാതെ വന്നപ്പോൾ അവൾ ചോദിച്ചു. അല്ല, ഭയങ്കര ചൂടാ, അതാ. കർത്താവേ സ്തോത്രം, എന്നെ രക്ഷിക്കണേ, അഞ്ജുവിനെ നോക്കി പേടിയോടെ പറഞ്ഞവൻ. അവന്റെ മനസ്സ് അലമുറയിട്ട് കരയാൻ തുടങ്ങി. അതെ, എനിക്ക് ഈ നാണോമാനം കുറച്ച് കുറവാണേ. അത്രയും പറഞ്ഞവൾ അവന്റെ കൈ അവിടെ ഇടുപ്പിലായി വെച്ചു. ശേഷം അവന്റെ മേൽച്ചുണ്ടിനെയും കീഴ്ച്ചുണ്ടിനെയും മാറി മാറി നുകർന്നു. അപ്പൊ ഇതായിരുന്നു ലിപ് ലോക്ക്? ഇതിന്റെ പേര് അതാണോ? ആ അവസ്ഥയിലും അവനത് ഓർക്കാതിരുന്നില്ല. ആദ്യമായിട്ട് അറിയുന്ന ചുംബന ലഹരിയിൽ അവന്റെ ശരീരം ചൂടുപിടിച്ചു. ശേഷം ഒന്നുകൂടി അവളിൽ അവന്റെ പിടിമുറുക്കിക്കൊണ്ട് അവൾ തുടങ്ങി വെച്ച ചുംബന അവനെ ഏറ്റെടുത്തു. ആ ചുംബന തീവ്രതയിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന ശിശിരയുടെ കണ്ണുകൾ തള്ളി വന്നു.
ഇംഗ്ലീഷ് മൂവീസിൽ കാണുന്നതിന്റെ എക്സ്ട്രീം ലെവലാണ് ഇവരുടെ ചുംബനമെന്ന് അവൾക്ക് തോന്നി. ശേഷം ചിരിയോടെ മെല്ലെ വാതിൽ ചാരി ഹാളിലേക്ക് നടന്നവൾ നിലാവിൽ അഴിച്ചുവിട്ട കോഴിയെ പോലെ ശിശിര രാധക്കട സെറ്റിൽ വന്നിരുന്നു. ശിശിരെ, ശരത്തിന്റെ റൂമിലേക്ക് പോയ അഞ്ജുവിനെ കാണുന്നില്ലല്ലോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. രാധ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അമ്മേ, അമ്മ ഇപ്പൊ അങ്ങോട്ട് പോവരുത്. എന്റെ അമ്മയ്ക്ക് അത് കാണാനുള്ള ശക്തി ഉണ്ടാവില്ല അമ്മേ, ശക്തി ഉണ്ടാവില്ല. പിച്ചുമ്പയും പറയുന്ന ശിശിരെ രാധ ഇതെന്തു കൂത്തിയെന്ന പോലെ മെഴിച്ചു നോക്കി. ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. അത്രയും പറഞ്ഞ് എഴുന്നേൽക്കാനായി തുടങ്ങിയ രാധയുടെ ശ്രദ്ധ തിരിക്കാനായി ശിശിര ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ചുച്ചിടു അമ്മ, ചുച്ചിടു. അമ്മ ഇപ്പൊ നല്ല ക്ഷീണിച്ചു പോയി. എന്താ അമ്മയൊന്നും കഴിക്കാറില്ലേ? എങ്ങനെ ഇരുന്ന അമ്മയാ അമ്മേ അമ്മ, ഇപ്പോഴുകൊണ്ട് ഉണങ്ങി കരിച്ച് പൂച്ചക്കഷ്ടം പോലെ ആയി. രാധയുടെ കവിളിലൊന്ന് പിച്ചുകൊണ്ട് പറഞ്ഞ ശിശിര. രണ്ടും കൂടി റൊമാൻസ് ആണല്ലേ അകത്ത്. നിന്റെ പതിവില്ലാത്ത പുകഴ്ത്തിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ചക്ക ഏതാ ചുക്ക ഏതാന്ന് അറിയാത്തവൻ എന്ത് റൊമാൻസ്. രാധ പുച്ഛത്തോടെ മകനെ ഓർത്തുകൊണ്ട് പറഞ്ഞു. എന്റെ അമ്മ ആര് പറഞ്ഞവനൊന്നും അറിയില്ലാന്ന്. ഈ കാര്യത്തിൽ അവൻ PhD എടുത്തവൻ, അമ്മയെ PhD എടുത്തവൻ. ശിശിര മനസ്സിൽ ശരത്തിനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ലൊരു ലിപ്ലോക്ക് കഴിഞ്ഞ് കൂലിപ്പണി കഴിഞ്ഞ കൂലിപ്പണിക്കാരനെ പോലെ ശരത്തിന്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുകയാണ് അഞ്ചു. അതെ അഞ്ചുമോളെ, അഞ്ചുമോൾക്ക് എപ്പോൾ ലിപ്ലോക്ക് വേണം തോന്നിയാലും ഓടി വന്നാൽ മതി കേട്ടോ. ശരത്തേട്ട് എപ്പോഴും ഫ്രീ ആയിരിക്കും. അവളുടെ തോളിലായി കൈയിട്ടുകൊണ്ട് പറയും ശരത്ത്. നാണത്തോടെ അവനെ നോക്കി ചിരിച്ചവൾ. അയ്യടാ ഞാൻ പോവാ. അവനെ നോക്കി യാത്ര പറഞ്ഞ് ബാഗും എടുത്ത് ഹാളിലേക്ക് നടന്നു അഞ്ചു. അപ്പോഴാണ് ശരത്തിന്റെ അച്ഛൻ ശേഖരൻ ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന്. ആരിത് അഞ്ചുമോളോ? എപ്പോ വന്നു? സ്നേഹത്തോടെ അവൾ നോക്കി ചോദിച്ചയാൾ. കുറച്ചേരായി അച്ഛാ. അച്ഛനോ? ഇതുവരെ അങ്കിളെന്ന് വിളിച്ചിരുന്നവളാണേ. പ്രേമം പോയൊരു പോക്കേ. ശിശിര ആത്മ. രാധയുടെ തുറിച്ചു നോട്ടത്തിൽ ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്ന ഭാവത്തിൽ ശരത്ത് അവരെ നോക്കി. ഇവനെന്താടി എന്തോ പോലെ നിൽക്കുന്നേ? എന്നാ പറ്റി? അവരെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ശേഖരൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല അച്ഛാ, ഞാൻ ഈ കുട്ടിയെ നമ്മുടെ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു. അതേ കുട്ടി. കൊഞ്ചലോടെയുള്ള അവന്റെ സംസാരം കേട്ടതും ഇവനുള്ള ബോധം കൂടി പോയെന്ന് ചിന്തിച്ചു ശേഖരൻ. എന്റെ മോളെ, ഇവൻ എന്റെ മോനായതുകൊണ്ട് പറയല്ലോ കേട്ടോ, ഒരു കഥയില്ലാത്തവനാ. ഇങ്ങനെ തേരാപാര വായി നോക്കി അടക്കില്ലാതെ വേറെ പണിയൊന്നുമില്ല അവന്. അതിന് ശരത്തേട്ടൻ വലിയൊരു കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടുവന്ന ആളല്ലേ? ആ ശരത്തേട്ടനെയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അഞ്ജു പരിഭവത്തോടെ ചോദിച്ചു. കമ്പനിയോ? ഏത് കമ്പനി? എന്ത് കമ്പനി? എല്ലാവരെയും മാറി മാറി നോക്കിയിട്ട് ശേഖരൻ ചോദിച്ചു. അതച്ചാ ചുമ്മാ ഒരു തമാശക്ക് അല്ലേ ശിശിര? ശിശിരയെ കൂടെ കണ്ടിട്ട് നോക്കിക്കൊണ്ട് ശരത്ത് വിക്കി ശേഖരനോട് പറഞ്ഞു. എന്താ ശിശിര ഇതൊക്കെ? ഗൗരവത്തോടെ അയാൾ ചോദിച്ചു. ശരിയാ, എന്താ അച്ഛാ ഇതൊക്കെ? അല്ല എന്താ ചേട്ടാ ഇതൊക്കെ? അയാൾ ചോദിച്ചു. അവൾ തിരിച്ച് ശരത്തിനോട് ചോദിച്ചു. എടി വഞ്ചകി, നീ എന്നെ ചതിച്ചു അല്ലേ എന്ന ഭാവത്തിൽ നോക്കുന്നുണ്ട് ശരത്ത്. നിനക്ക് കിട്ടുന്നതിന്റെ കൂടെ ഇതും കൂടി ഇരുന്നോട്ടെ ചേട്ടാ, അവൾ മെല്ലാവന്റെ കാതിലായി പറഞ്ഞു. എന്റെ പൊന്നു മോളെ, ഇതുങ്ങൾ രണ്ടും എന്തൊക്കെയോ പറഞ്ഞു മോളെ പറ്റിച്ചിരിക്കുക. കമ്പനി ഒന്ന് നടത്തിക്കൊണ്ടുപോകാൻ പോയിട്ട് അതിന്റെ ABCD പോലും ഇവൻ അറിയില്ല. പ്രത്യേകിച്ച് ഒരു പണിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയും കുത്തി തേരാവാര നടക്കുന്നവരാ. ദേഷ്യത്തോടെ ശേഖരൻ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അഞ്ജു ശിശിരയും ശരത്തിനെയും മാറി മാറി നോക്കുന്നുണ്ട്. ഞാനല്ല അവളാ എന്ന് ശരത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ മിണ്ടൂല എന്ന എക്സ്പ്രഷനോടെ ശരത്ത് ശേഖരൻ നോക്കി. ശരത്തേട്ടാ, ഐ ലവ് യു. ഓടി വന്ന് അഞ്ജുവിന്റെ കവിളിലായ അമൃത്തി 3 ചുംബനങ്ങൾ നൽകി. നിങ്ങൾ വലിയ പഠിപ്പിയാണെന്ന് കരുതി ഞാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്നറിയോ? വാങ്ങിക്കൂട്ടിയ സപ്ലിനെ എങ്ങനെ എഴുതുമെന്ന് പേടിച്ചിരിക്കായിരുന്നു. ഇപ്പോഴാ സമാധാനമായത്. ഈ ശിശിരക്ക് ആദ്യം ഇതൊക്കെ പറയായിരുന്നു. പരിഭവത്തോടെ ശിശിരയെ നോക്കി പറഞ്ഞു അഞ്ജു. ശേഷം ശരത്തിന് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ചക്കിക്കോത്ത ശങ്കരൻ തന്നെ, ശേഖരൻ മനസ്സിൽ പറഞ്ഞു. അച്ഛാ, അമ്മേ, നിങ്ങൾക്ക് കിട്ടിയ മരുമകളെ ഓർത്ത് സന്തോഷിപ്പിൻ, ആഹ്ലാദിപ്പിൻ. ശരത്ത് വലിയ വായി രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അഞ്ജുവിനെ ഓടി വന്ന് ഇറുകെ പുണർന്ന് ശിശിര. നീ പൊന്നപ്പനല്ലടി, തങ്കപ്പൻ. അഞ്ജുവിന്റെ കവളിലൊന്ന് പിച്ചിക്കൊണ്ട് ശിശിര പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഹരിയും ശിശിരയും അവരുടെ പ്രണയ നിമിഷങ്ങൾ ക്ലാസ് റൂമിൽ ലൈബ്രറിയിലും പങ്കിട്ടുകൊണ്ടേയിരുന്നു. അഞ്ജു അവളുടെ ശരത്തേട്ടനെയും സ്വപ്നം കണ്ട് സപ്ലി വാങ്ങിക്കൂട്ടി അങ്ങനെ പോകുന്നു. ശരത്ത് അവിടെ വൈബാണെന്നറിഞ്ഞതോടെ അഞ്ജു കോപ്പിയടി ഉപേക്ഷിച്ചു. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ഇട്ടിയാ കൂട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിൽ എക്സാമിന് എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ട് അഞ്ജു. ശിശിര പിന്നെ ആര്യയെ പേടിച്ച് തട്ടിയും മുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവും. ആര്യ വളഞ്ഞോടെ ശിശിര പിന്നെ ആര്യയെ പേടിപ്പിക്കാനൊന്നും പോവാറില്ല. അതുവരെ ആര്യ അനുഭവിച്ച ശിശിര എന്ന തടവറിൽ നിന്ന് അവൾക്കും മോചനം കിട്ടി. ഹേമന്തിന്റെ വിവാഹം കഴിഞ്ഞ് അവരുടെ കോളേജിലെ തന്നെ അവധിയ ടീച്ചറെ പ്രേമിച്ചങ്ങ് കിട്ടി. ഹരിക്ക് ആ പഴയ കലിപ്പൻ എന്ന പേര് ശിശിര കാരണം മാറി കിട്ടി. പകരം റൊമാൻറ്റിക് സാർ എന്ന പേരും വീണു. ശിശിരയുടെയും അഞ്ജുവിന്റെയും ലാസ്റ്റ് സെം എക്സാം കഴിഞ്ഞു. അഞ്ജുവിന് പിന്നെ പൊട്ടുമെന്ന് ഉറപ്പായിരുന്നു.
വിവാഹശേഷവും തുടർന്ന് പഠിപ്പിക്കാമെന്ന ഉറപ്പിൽ ഹരി ശിശിരെ വിവാഹം കഴിച്ചു. ശിശിര ഹരി കെട്ടിയ താലിയും ആട്ടിയാട്ടി അവന്റെ മുന്നിലൂടെ നടപ്പുണ്ടങ്ങനെ. രാത്രി ഹരിയുടെ അമ്മ കൊടുത്ത പാലുമായി ശിശിര അവന്റെ റൂമിലേക്ക് പോയി. അവനെ മുഖമുയർത്തി നോക്കാതെ മറ്റെങ്ങോ നോട്ടമെറിഞ്ഞ് നിൽക്കുന്ന ശിശിരയെ അവൻ പ്രണയത്തോടെ നോക്കി. ഈ കലിപ്പന്റെ കുറുമ്പിക്കുന്നാണോ? അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ഹരി ചോദിച്ചു. അതെ, ഈ കലിപ്പന്റെ റൊമാൻസ് കണ്ട് നിനക്ക്? അത്രയും പറഞ്ഞവൻ അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു. ശേഷം അവളിലേക്ക് അമർന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അഞ്ജുവിന്റെയും ശരത്തിന്റെയും വിവാഹം കഴിഞ്ഞു. ശരത്ത് ഇപ്പോഴും ആ പഴയ സ്വഭാവം തന്നെ. വന്ന വഴി മറക്കരുതല്ലോ എന്നാണ് അവൻ പറയുന്നത്. രാധ കൊടുത്ത പാൽ ഗ്ലാസുമായി അഞ്ജു ശരത്തിന്റെ റൂമിലേക്ക് പോകുമ്പോൾ അവരൊന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആർത്തി മൂത്ത ആ പെണ്ണിനെ ഒന്നും ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു എന്റെ പൊന്നാര മോൻ. മേലേക്ക് നോക്കി ഒരു നിമിഷം പ്രാർത്ഥിച്ചു പോയവർ പാത്രത്തിലായി നിരത്തി വെച്ചിരിക്കുന്ന ആപ്പിളും മുന്തിരി തിന്നുന്ന തിരക്കിലാണ് ശരത്ത്. ഈ മണിയറ ഞാൻ ഇന്നൊരു ലോക്കറയാക്കി മാറ്റും. അഞ്ജുവിന്റെ വരവും പ്രതീക്ഷിച്ച് ശരത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കയ്യിലിരുന്ന പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടിക്കൊണ്ട് നാണത്തോടെ നിന്നു അഞ്ജു. അവൻ കുടിച്ചതിന് ശേഷം അവൾക്ക് നേരെ നീട്ടി. അഞ്ജുസ്, ഇന്ന് എത്ര ലിപ് ലോക്ക് വേണം? വശ്യമായി അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു ശരത്ത്. പാടുന്നു, എനിക്ക് നാണം വരുന്നു കേട്ടോ. നിനക്ക് നാണോ? ലിപ് ലോക്ക് എന്താന്ന് പോലും അറിയാത്ത നിത്യകന്യകനായ എന്നെ നീ കയറി പീഡിപ്പിച്ചിട്ട് ഇപ്പൊ നിനക്ക് നാണം വരുന്നെന്നോ? അവന്റെ സംസാരം കേട്ട് ചിരിയോടെ നിൽക്കുകയാണ് അഞ്ജു. ഈ ശരത്തിട്ടും വല്ലാത്ത തമാശ തന്നെ. എന്തൊരു തമാശ! ചിരിച്ച് 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 ഊപ്പാട് പോവും. അഞ്ജു ചിരിയോടെ പറഞ്ഞു. ഒരിക്കൽ കൂടി അവളിലേക്ക് അമർന്നുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അവൾക്ക് ഒരു അടാറ് ലിപ് ലോക്ക് തന്നെ അങ്ങ് കൊടുത്തു. ഒരു ലിപ് ലോക്ക് പണ്ട് ചോദിച്ച അഞ്ജുവിന് ശരത്തിന്റെ വക ലിപ് ലോക്കിന്റെ ചാകര തന്നെയായിരുന്നു അന്നു മുതൽ. ഒടുവിൽ എപ്പോഴൊക്കെയോ ഇരു ശരീരങ്ങൾ ഒന്നാവാനായി കൊതിച്ചു. ഒടുവിൽ പലപ്പോഴും അവൻ അവളിലൊരു മഴയായി പെയ്തിറങ്ങി. ആയിരിക്കും പിന്നെ നേരെ പോവാൻ ശരത്തിനെ പോലെ ഒരു അളിയനെ കിട്ടിയതിൽ വല്ലാത്ത അഭിമാനം തോന്നി. തനിക്ക് മാത്രമാണോ ഇതുപോലൊരു ഭാഗ്യമെന്ന് കൂടെ കൂടെ അവൻ ഓർക്കും. ശിശിര അവിടെ പഠിക്കാത്ത 5 മക്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലും ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചൂടുള്ള പരിപ്പോട പോലെ രേഖപ്പെടുത്തുക. താങ്ക് യു.